ഒരു മുസ്ലിം സ്ത്രീ എവിടെയാണ് ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്? ആ ഭംഗി കാണേണ്ട ആളുടെ മുമ്പിലാണ് ഒരു മുസ്ലിം സ്ത്രീ ഭംഗി പ്രദർശിപ്പിക്കേണ്ടത്. അവരുടെ ഭർത്താവിന്റെ അടുത്താണ്. ഭർത്താവിന്റെ അടുത്ത് എന്താ അവസ്ഥ? അത് അടുക്കളയിലെ പാത്രമൊക്കെ കഴുകി ആ മാക്സി ഞാൻ മാറ്റണോ എന്നാ ചോദിക്കാം. ഇനിയിപ്പോ ഇത് മാറ്റണോ? ദൂറിനാണ് പെണ്ണുങ്ങൾ മാക്സി മാറ്റുക കുളിച്ചുമ്പം. ഇനിയിപ്പോ അപ്പ മാറ്റിയാ പോരെ? എന്നിട്ടോ നിങ്ങൾ കല്യാണത്തിന് കൊണ്ടുപോയി നോക്കി, എങ്ങോട്ടേലും പോകണ്ടോ നോക്കി, മാറ്റിയാൽ തീരൂല. മാറ്റിയിൽ ഇറങ്ങിക്കിട്ടാൻ ഇടങ്ങറേക്കാരം. സഹോദരങ്ങളെ, നല്ല ഭയപ്പെടണം. ഇത് തമാശക്ക് പറയല്ല. കാരണം അണിഞ്ഞൊരുങ്ങേണ്ടത് അല്ലേ? പണ്ടൊന്നും നമ്മൾ ഒരു പെരിയിലും പെണ്ണുങ്ങൾ സ്പ്രേ അടിച്ചാലോ സെന്റ് ഉപയോഗിക്കില്ല. നിങ്ങൾ എല്ലാ ചെറിയ കുട്ടികളുടെ റൂമിലും പോയി നോക്കി, പെൺകുട്ടികൾ സ്പ്രേ അടിക്കും, അത്ര ഉപയോഗിക്കും, ലിപ്സ്റ്റിക് ഉപയോഗിക്കും അല്ലേ? ലിപ്സ്റ്റിക് തന്നെ എന്താണ് സ്കിൻ കളറിലുണ്ട്. അതായത് നമ്മളെ ഉള്ള കളർ തന്നെ തിളക്കം കൂട്ടുന്നത്. അപ്പൊ കുട്ടികൾ എന്താ പറയണോ, സാറേ നമ്മള് ചോപ്പൊന്നും ഇട്ടിട്ടില്ലല്ലോ. നമ്മളിപ്പോ എന്താ, ചില ആൾക്കാർ ഇങ്ങനെ നാവുകൊണ്ട് ഇങ്ങനെ അതൊന്ന് തിളക്കും. അപ്പൊ അതേമാതിരി അതിനെ തിളക്കം കൂട്ടണുള്ളൂ. ഉള്ള കളർ തന്നെ ഒന്ന് തിളക്കം കൂട്ടണുള്ളൂ. അതെന്താ തെറ്റുണ്ടോ സഹോദരത്തേക്ക്? എന്തിനാണ് സഹോദരൻ നമ്മളെ ചുണ്ട് തിളങ്ങി കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്? എന്തിനാണ്? അത് നാലാള് കാണണം വിചാരിച്ചിട്ടല്ലേ? എന്റെ ചുണ്ട് ഇപ്പൊ എങ്ങനെങ്കിലും നിന്നോട്ട് വിചാരിച്ചപ്പോ എന്താ? നമ്മളെ ചുണ്ട് കാണേണ്ടവൻ, നമ്മളെ മുഖത്തെ സൗന്ദര്യം കാണേണ്ടവൻ ആരാണ്? അത് ഭർത്താവാണ്. വാ, ഈ സൗന്ദര്യം കാണേണ്ട ആളുടെ മുമ്പിലേ ഒരു സ്ത്രീക്ക് സൗന്ദര്യം പ്രദർശിപ്പിക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ അത് വലിയ തെറ്റാണ്. വസ്ത്രധാരണമാണെങ്കിൽ ഇസ്ലാമിന് ചില വസ്ത്രധാരണ മര്യാദകളുണ്ട് അല്ലെ? ഈ പാന്റും കുപ്പായും അത് സ്ത്രീന്റെ വസ്ത്രമല്ല. അത് അത്ര പൂതിയാണ്. ഈ പെരിയിട്ടോട്ടെ, പെരി പാന്റും കുപ്പായിട്ട് നടന്നോട്ടെ, പൂജ്യം തീർത്തോട്ടെ. പക്ഷെ നാലാളെ മുന്നിക്ക് സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിവാഹബന്ധം നിഷിദ്ധമാക്കപ്പെട്ട അന്യപുരുഷന്റെ മുന്നിലേക്ക് ഒരു മുസ്ലിം സ്ത്രീ പോകുമ്പം ഈ വസ്ത്രം ഒരിക്കലും എന്തല്ല, ഒരു വിശ്വാസിക്ക് ചേർന്നതല്ല. അത് വലിയ തെറ്റന്നെയാണ്. ഞാൻ ആരെങ്കിലും അങ്ങനെ നിങ്ങളോട് പറയാൻ മടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറന്ന് പറയാണ് സഹോദരങ്ങളെ, അത് തെറ്റാണ്, അത് വലിയ കുറ്റമാണ്, അള്ളാഹുവിനും റസൂലിനും ഇഷ്ടമില്ലാത്ത കാര്യമാണ്. അതുകൊണ്ട് സഹോദര ഗൗരവമുള്ള വിഷയമാണ്. കാരണം ഇതൊക്കെ ഇപ്പൊ തീരും. നിങ്ങൾ ഈ പളവളപ്പും ഇതൊക്കെ സഹോദരങ്ങളെ കുറച്ച് കാലുള്ളൂ അല്ലേ? കുറച്ച് ഈ സൗന്ദര്യം എന്നൊക്കെ പറഞ്ഞാൽ എത്ര ഉള്ളത്? ഒരു 15 വയസ്സ് തുടങ്ങി ഒരു 40-45 വയസ്സ് വരെയൊക്കെ ഉണ്ടാവും. പിന്നെ നമ്മളത് നിലനിർത്താൻ വേണ്ടി പാടുപെടേണ്ടി വരും.